നമസ്കാരം. ജമ്മുവിനെ പ്രത്യേക സംസ്ഥാനമാക്കണമെന്ന ബിജെപിയുടെ ആവശ്യത്തെ പിന്തുണച്ച് പീപ്പിൾസ് കോൺഫറൻസ് അധ്യക്ഷൻ സജാദ് ലോൺ ജമ്മുവും കശ്മീരും വേർപിരിയുന്നത് സാധ്യമാകട്ടെ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. അതായിരിക്കും യഥാർത്ഥ മോചനം. ഈ വിഷയത്തിൽ പൊള്ളയായ മുദ്രാവാക്യങ്ങളിൽ കശ്മീരികൾ വഞ്ചിതരാകരുത്. ഇത് കശ്മീരികളെ സംബന്ധിച്ചിടത്തോളം അപൂർവവും സുവർണവുമായ നിമിഷമാണെന്നും സജാദ് ലോൺ ചൂണ്ടിക്കാട്ടി. ജമ്മു കശ്മീരിന്റെ ഐക്യത്തിനായി വാദിക്കുന്ന ഫാറൂഖ് അബ്ദുള്ളയുടെ നിലപാടിനെ അദ്ദേഹം ചോദ്യം ചെയ്തു. ഈ ഐക്യത്തിന്റെ ഭാരം ആര് ചുമക്കുമെന്നും കശ്മീരിലെ തൊഴിലില്ലാത്ത യുവാക്കളാണ് ഇതിന് വില നൽകേണ്ടി വരുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിൽ 150 കോടി ജനങ്ങളുണ്ട്. നമ്മൾ കശ്മീരികൾ വെറും 60-70 ലക്ഷം മാത്രമാണ്. നമ്മുടെ ശേഷിക്കും അപ്പുറമുള്ള കാര്യങ്ങളിലെ നമ്മൾ സംസാരിക്കുന്നത്. മതേതരത്വം സംരക്ഷിക്കാൻ നമ്മൾ എപ്പോഴെങ്കിലും കരാർ ഒപ്പിട്ടിട്ടുണ്ടോ? കശ്മീരി നേതാക്കൾ മതേതരത്വത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കശ്മീരി വിദ്യാർത്ഥികളും കച്ചവടക്കാരും ആക്രമിക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. സംവരണ നയങ്ങളിലൂടെ കശ്മീരിലെ തൊഴിലവസരങ്ങൾ വ്യവസ്ഥാപിതമായി ജമ്മുവിലേക്ക് വഴിതിരിച്ചുവിടുകയാണ്. കശ്മീരിനെ അപേക്ഷിച്ച് ജമ്മുവിലാണ് പ്രധാന വികസന പദ്ധതികളെല്ലാം നടപ്പിലാക്കുന്നത്. അതിനാൽ ജമ്മു വേർപെട്ടു പോകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ജമ്മുവും കശ്മീരും വേർപിരിയുന്നത് ശത്രുതയ്ക്ക് കാരണമാവരുത്. മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ഗുജറാത്തിലോ ഉള്ളവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? അതുപോലെ തന്നെ വേർപിരിഞ്ഞാലും ജമ്മുവിലെ ജനങ്ങൾ നമ്മുടെ സഹോദരങ്ങളായി തുടരും. ആ സാഹോദര്യം എന്നും നിലനിൽക്കുമെന്നും സജാദ് ലോൺ വ്യക്തമാക്കി. ജമ്മു കശ്മീരിനെ കാത്തിരിക്കുന്നത് സംസ്ഥാന പദവിയോ അതോ വീണ്ടും ഒരു വിഭജനമോ എന്ന ചർച്ചയാണ് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുന്നത്. ജമ്മു കശ്മീരിന്റെ പ്രത്യേക പദവി ഒഴിവാക്കുകയും സംസ്ഥാനം 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തതിന്റെ 6ാം വാർഷികം കഴിഞ്ഞ വേളയിലാണിപ്പോൾ. 2019 ഓഗസ്റ്റ് 5-നാണ് സംസ്ഥാനത്തിന്റെ പ്രത്യേക പദവി ഒഴിവാക്കുകയും ജമ്മു കശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിക്കുകയും ചെയ്തത്. വാർഷിക വേളയിൽ സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുമെന്ന് അഭ്യൂഹം ഉയർന്നിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെ കണ്ടതോടെ ചർച്ചകൾ ചൂടുപിടിച്ചെങ്കിലും വാർഷിക ദിനം പ്രഖ്യാപനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് കശ്മീരിനെ നിയമസഭയില്ലാത്ത കേന്ദ്രഭരണ പ്രദേശമാക്കിയും ജമ്മുവിനെ സംസ്ഥാന പദവി നൽകുമെന്ന ചർച്ച സജീവമായത്. 2019-ലാണ് ഭരണഘടനയുടെ അനുച്ഛേദം 370, 35A എന്നിവ റദ്ദാക്കിക്കൊണ്ട് ജമ്മു കശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക അധികാരാവകാശങ്ങൾ മോദി സർക്കാർ എടുത്തു കളഞ്ഞത്. ഇത് ഏറെ ഗുണകരമായിരുന്നു. ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും ബാധകമായ വിവരാവകാശ നിയമം, വിദ്യാഭ്യാസ അവകാശ നിയമം തുടങ്ങിയ കേന്ദ്ര നിയമങ്ങൾ ഇപ്പോൾ ഇവിടെയും പൂർണ്ണമായി നടപ്പിലാക്കുന്നുണ്ട്. വിഭജനത്തിനു ശേഷം വ്യവസായ മേഖലയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ എത്തിത്തുടങ്ങി. ടൂറിസം മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാവുകയും അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകൾ, പാലങ്ങൾ എന്നിവയുടെ അടിസ്ഥാന സൗകര്യം വേഗത്തിലാവുകയും ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ വഴി യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. സ്വന്തമായി ഒരു കൊടിവര ഉണ്ടായിരുന്ന ജമ്മു കാശ്മീർ ഇന്ന് മറ്റ് സംസ്ഥാനങ്ങളെ പോലെ തന്നെ തുല്യമാണ്. എല്ലാ നിയന്ത്രണങ്ങളും കേന്ദ്ര സർക്കാർ എടുത്തു കളഞ്ഞു. അങ്ങനെ ഇന്ത്യക്കാർക്ക് ആർക്ക് വേണമെങ്കിലും ഇന്ന് ജമ്മു കാശ്മീരിൽ സ്വന്തമായി വസ്തുവകകൾ വാങ്ങാം. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കശ്മീരിൽ നിന്നുള്ള അഹമ്മദ് ഭട്ട്, ഖുഷിർ അഹമ്മദ് മാലിക് എന്നിവർ സുപ്രീം കോടതിയിൽ ഹർജി ഉൾപ്പെടെ നൽകിയിരുന്നു. കഴിഞ്ഞ ഒക്ടോബറിൽ അധികാരമേറ്റതു മുതൽ ഒമർ അബ്ദുള്ള സംസ്ഥാന പദവി ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം വിഭജനം മേഖലയെ മതാടിസ്ഥാനത്തിൽ വേർതിരിക്കുമെന്ന ആശങ്ക പലരും ഉയർത്തുന്നുണ്ട്. ബിജെപിക്ക് ഭരണമുറപ്പിക്കാൻ ഹിന്ദു ഭൂരിപക്ഷ ജമ്മുവിനൊപ്പം തെക്കൻ കശ്മീരിലെ അനന്ത്നാഗ്, രജൌരി ലോക്സഭാ മണ്ഡലവും ഉൾപ്പെടുത്തിയാകും സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കുക എന്നാണ് പറയപ്പെടുന്നത്. പട്ടിക വിഭാഗക്കാർ ഏറെയുള്ള മേഖല കൂടിയാണിത്. അതേസമയം മുസ്ലിം ഭൂരിപക്ഷമുള്ള കശ്മീരാകട്ടെ കേന്ദ്രത്തിന്റെ പിടിയിൽ തുടരുമെന്നും ഇത് RSSന്റെ ആശയമാണെന്നും പറയപ്പെടുന്നവരുമുണ്ട്. ഇങ്ങനെയൊരു നീക്കം കശ്മീരിൽ കേന്ദ്രവിരുദ്ധ വികാരം ശക്തിപ്പെടുത്തുമെന്നും ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്.